ഹായ് ചങ്കേളെ, എല്ലാവർക്കും മെർഫിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാലക്കാട് ഭാഗങ്ങളിൽ കല്യാണത്തലേന്ന് ചിക്കനും കുമ്പളങ്ങയും വെച്ചൊരു കറി ഉണ്ടാക്കാറുണ്ട്. അതേ ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിക്കനും കുമ്പളങ്ങയും വെച്ച് കറി ഉണ്ടാക്കി നിങ്ങൾ കഴിക്കേണ്ടതാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ എന്നും ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാൻ വേണ്ടി ആ മുകൾ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ ചിക്കനും കുമ്പളങ്ങയും കൊണ്ട് എങ്ങനെ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് കറി പീസായി കട്ട് ചെയ്ത് 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം 700 ഗ്രാമോളം വരും. ഇനി ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്തതായി നമുക്ക് വേണ്ടത് ഇത് കുമ്പളങ്ങ അകത്തെ കുരുവും പുറത്തെ തൊലിയും കളഞ്ഞ് ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. 700 ഗ്രാം ചിക്കന് 250 ഗ്രാം കുമ്പളങ്ങ എന്ന കണക്കിനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. ചിക്കൻ ആവശ്യമായ മസാല തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കുരുമുളക്, 3/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം അഥവാ കുമിൻ സീഡും, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് അതിനോടൊപ്പം തന്നെ ഒരു പട്ട മുറിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല വൃത്തി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. അതിനായി ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കളറിന് വേണ്ടിയാണ്. അഥവാ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ല എങ്കിൽ 1/2 ടേബിൾ സ്പൂൺ സാദാ മുളകിൽ നിന്നും 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ മിക്സിയിൽ പൊടിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയാണ്. അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ ആവശ്യമായ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല എല്ലാ ചിക്കൻ പീസിലും നല്ല പോലെ പറ്റിപ്പിടിക്കണം. ഇനി മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടി 1/2 മണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പിലോട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ നല്ലപോലെ ചൂടായാൽ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കറി വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അതിനൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടെ ചേർത്ത് ഇനി ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് ഇനി ഏകദേശം 1 മിനിറ്റ് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി വയറ്റിയെടുക്കാം. ഈ ഇട്ട് കൊടുത്തിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഇളക്കിയാൽ മതിയാകും. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ 2 മീഡിയം സൈസ് സവാള നൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് അതിനോടൊപ്പം തന്നെ ഒരു 10-12 ചെറിയ ഉള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത്, അഥവാ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ ഒരു 3 മീഡിയം സൈസ് സവാള എടുത്താലും മതിയാകും. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ വയറ്റി സവാളയ്ക്ക് ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത മീഡിയം സൈസ് 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കറിക്ക് അല്പം കൂടുതലായി തക്കാളി ചേർത്ത് കൊടുത്താലും ഒരു കുഴപ്പവുമില്ല.
ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി തക്കാളിയൊക്കെ വെന്ത് ഉടയുന്നത് വരെ അടച്ചു വച്ച് ഏകദേശം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ ഇപ്പം നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരടപ്പ് വെച്ച് അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഹാഫ് വേവ് ആകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ചിക്കനൊക്കെ ഹാഫ് വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയാണ്. അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇതിനെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുമ്പളങ്ങ ചേർത്ത് കൊടുത്തപ്പോൾ വീണ്ടും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ടോട്ടലിൽ 2 ടീസ്പൂൺ ഉപ്പാണ്. ടേബിൾ സ്പൂൺ അളവ് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് നമ്മൾ ഈ കറിക്ക് ടോട്ടലായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കുമ്പളങ്ങയും ചിക്കനും വേവുമ്പോൾ കുമ്പളങ്ങയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഇതിൽ ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ തന്നെ വേവിക്കേണ്ടത്. ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരടപ്പെടുത്ത് അടച്ച് കൊടുത്തിട്ട് 5 മുതൽ 8 മിനിറ്റ് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുത്തിട്ടില്ല. കുമ്പളങ്ങയിൽ നിന്നും വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. കുമ്പളങ്ങയും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ മർമ്മപ്രധാനമായ ഐറ്റം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വേറെയൊന്നുമല്ല, നമ്മൾ തേങ്ങ അരച്ചതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത്. അത് മുഴുവനായും ചേർത്ത് കൊടുത്തിട്ട് ഇനി നല്ലപോലെ ഒരു 30 സെക്കൻഡ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ കുമ്പളങ്ങയും ചിക്കനും തേങ്ങയിൽ നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. ശേഷം ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ഈ സമയം എരിവും ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. കുറവുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കുമ്പളങ്ങ കറി ഇവിടെ റെഡിയായി കിട്ടും. ഇതാ നോക്കിയേ, നമ്മുടെ ചിക്കനും കുമ്പളങ്ങയും നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 2 തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇറക്കി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. പാലക്കാടൻ മട്ട അരിയാണ് ഇതിൻ്റെ യഥാർത്ഥ കോമ്പിനേഷൻ. പാലക്കാടൻ മട്ട അരിയും കുമ്പളങ്ങ ചിക്കൻ കറിയും ആഹാ, കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും. സാധാരണ പാലക്കാട് ഭാഗങ്ങളിൽ കല്യാണത്തലേന്നാണ് ഇത് തയ്യാറാക്കിയെടുക്കാറുള്ളത്. മലയാളിയാണെങ്കിൽ ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കേണ്ട കറിയാണിത്. പാലക്കാടൻ കുമ്പളങ്ങ ചിക്കൻ കറി കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലും കൂടെ അറിയിക്കുകയും വേണം. ഇതാ നോക്കിയേ, കാണാനെന്ത് മനോഹരമെന്ന്. കാണാൻ മാത്രമല്ല, കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇന്ന് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇതിലും നല്ല കിടിലം കിടക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മൗഫിൻ.